Morning, Anla. Morning, viewers. Yes. സർ പ്രധാനമായിട്ടും യു എസ് വിപണികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു മിക്സർ ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചിക 0.91% ഒരു നേട്ടം നൽകിക്കൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ S&P 500 സൂചികയും ഒപ്പം തന്നെ നാസ്ഡാക്കും ഒരു ഫ്ലാറ്റിഷ് ടോണിലേക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലേക്കായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് 100നെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പുതിയൊരു ഹൈയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ കണ്ടിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരുന്നത്. പ്രധാനമായിട്ടും ടെസ്ല പോലെയുള്ള ഓഹരിയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതാണ് നാസ്ഡാക്കിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും നമുക്ക് ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന് മുന്നിൽ ഇനി ഒരേ ഒരു മേജർ റെസിസ്റ്റൻസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 47,071 പോയിന്റ്. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നലെ കാണാനിടയായിരുന്നു. അതിന്റെ പ്രധാന കാരണം വാസ് ബിക്കോസ് നമ്മൾ ഒത്തിരി സെഷൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ നേട്ടം കാണാൻ സാധിച്ചിരുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ അമേരിക്കൻ വിപണിയിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്ഷൻ, ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരിക്കാം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 22,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അടുത്ത റാലി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2-3 മേജർ റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 22,600, 22,900, 23,100, 23,250. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ക്രൂഡിലേക്കാണ് എത്തുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റിഷ് ടോൺ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു 65 മുതൽ 67 വരെയുള്ള ഡോളറിലേക്കാണ് ഈ ഒരു ക്രൂഡിൻ്റെ വില കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഒരു ചേഞ്ചും കാണാൻ സാധിച്ചിട്ടില്ല. ക്രൂഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ $65. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. എന്തെന്നാൽ ഇതിന്റെ മേജർ ബുള്ളിഷ് ട്രിഗർ $79 ലെവലിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി എത്തുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൂവ്മെന്റിലേക്കാണ് ഗോൾഡ് നീങ്ങിയിരിക്കുന്നത്. $3,347.7 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നത്. ഏകദേശം 0.06% വളരെ മാർജിനലായിട്ട് ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $3,243 ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പുതിയ പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $3,380 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ് സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 25,500 എന്നൊരു ലെവലിന് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് 25,500 മുതൽ 25,600 വരെയുള്ള റേഞ്ചിലായിരുന്നു ഇന്നലെ വിപണിയിൽ ഒരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഡേ ഹൈ നോക്കുമ്പോൾ ആദ്യ ഒരു ഫസ്റ്റ് ഹാഫിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന 25,593.4, ഒപ്പം തന്നെ ഡേ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ 25,501.8 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇൻഫാക്ട് നമ്മൾ നിഫ്റ്റിയുടെ ചില ഹെവി വെയ്റ്റ്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും, ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രി, ഭാരതി എയർടെൽ മുതലായ സ്റ്റോക്സിലൊക്കെ ശക്തമായിട്ട് വീണ്ടും ഇന്നലെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് അണ്ടർടോണും കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് നിഫ്റ്റി 50യിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. നിഫ്റ്റി 50യുടെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 25,670 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 26,100, 26,200, 26,400 ഇത് മൂന്നുമായിരിക്കും അടുത്ത 3 മേജർ റെസിസ്റ്റൻസ് ലെവൽസ്.
സർ അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തിക്കണം. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഈ ഒരു നിഫ്റ്റിയുടെ സമാനമായ തരത്തിലുള്ള കൺസോൾട്ടേറ്റഡ് ആയിട്ടൊരു മൂവ്മെൻറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 57,100 മുതൽ 57,550 വരെയുള്ളൊരു റേഞ്ചിനകത്ത് നിന്നാണ് പ്രധാനമായിട്ടും ആ ഒരു ട്രേഡിംഗ് നടന്നിരുന്നത്. ഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 57,533.85 എന്നൊരു നിലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡേ ലോ എന്ന് പറയുന്നത് 57,150.35 ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.5% നേട്ടത്തിൽ 57,459.45 എന്ന നിലയിലുമാണ്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. മെഞ്ഞാന്നത്തെ ട്രേഡിലായിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയത്. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യപ്പെടും. അടുത്ത 2-3 ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുക 57,700 പോയിന്റില്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 58,200, 58,450, 58,750. സർ ഇന്നലെ ഏറ്റവും മികച്ചൊരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഡിമേജിങ്ങുമായി ബന്ധപ്പെട്ടും പുതിയൊരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ 3.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇൻഫാക്ട് ഇന്നലെ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ കാണാൻ സാധിച്ചിരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ബട്ട് കറന്റ് ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുമ്പോൾ റെയ്മണ്ട് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. റെയ്മണ്ടിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.5% മുകളിലുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ലോ ലെവൽസിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഒരു കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ പരിശോധിക്കാൻ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് കാണുന്നത്. റെയ്മണ്ട് ലൈഫ് സ്റ്റൈലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിന്റെ കേസിൽ നമുക്ക് ജൂൺ 19 ആയിരുന്നു മേജർ ബോട്ടം കാണാൻ സാധിച്ച 1,026 രൂപയിൽ. അതിനുശേഷം തുടർച്ചയായിട്ട് നമുക്ക് നേട്ടമായിരുന്നു റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു വീക്ക്നെസ് ഇസ് ഓൺലി ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1,160 മുതൽ 1,200 രൂപ വരെ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിലെ വീണ്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലെ ഡീമേജറിന് ശേഷം ഇന്നലെ റെയ്മണ്ടിന്റെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കും കൂടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഈ ഒരു സ്റ്റോക്കും കൂടെ അവരുടെ റഡാറിലോട്ട് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അടക്കം മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഒക്കെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് നൽകിയപ്പോൾ PSP പ്രൊജക്ട്സ് എന്ന ഓഹരി 5.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ടൊരു ബൈങ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 803.4 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PSP പ്രൊജക്ട്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? So PSP project is a small cap stock. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ജൂൺ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി ബൈങ് ഇൻട്രസ്റ്റ് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 640 നിന്നും ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത്. സ്റ്റോക്കിൽ ഏത് നിമിഷവും പുതിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് TCSിലേക്കാണ് വരുന്നത്. TCSനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.93% ഒരു ഇടിവായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഒരു മെയ് 12 ഏകദേശം അതിൻ്റെ ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന സമയം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. TCSിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? TCSന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3350 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 3540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3650, അതിനുശേഷം 3820 ആയിരിക്കും. 3820 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊതുമേഖലാ ബാങ്കിങ് ഓഹരികളിൽ ഒരു ബുള്ളി സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ PNBയിലേക്കാണ്, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഓഹരികളിലേക്കാണ് കിടക്കുന്നത്. ഇന്നലെ ഓഹരിയിൽ 2.33% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പൊതുമേഖല PSU ബാങ്ക് ഇൻഡെക്സ് ഒരു നെഗറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് ഇത്ര സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് നടത്താനായിട്ട് PNBക്ക് സാധിച്ചിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PNBയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ സ്റ്റോക്കിന് അടുത്ത മേജർ റെസിസ്റ്റൻസ് 115, അതിനുശേഷം 118, 123, 130. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് നിലനിർത്തുക. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ RVNL എത്തുന്നത്. RVNL സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം ഒരു 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RVNL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? RVNLന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. 407 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 440 കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 378 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒരു റെയിൽ സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എന്റെ ശ്രദ്ധ മറ്റ് 2 റെയിൽ സ്റ്റോക്സിലോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടെക്സ്മാക്കോ റെയിലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 182, ആൻഡ് അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 170. 182 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് ടിറ്റാഗറിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത്. 980 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി എത്തുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ഇന്നലെ 1% കൃത്യം 1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2045.2 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2000 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 2130 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അതിനൊപ്പം തന്നെ ഫെർട്ടിലൈസർ സ്റ്റോക്കിലേക്ക് കൂടി എത്തുകയാണ്. ഫെർട്ടിലൈസർ സ്റ്റോക്കിൽ ഇന്നലെ പ്രത്യേകിച്ചും ചമ്പൽ ഫെർട്ടിലൈസറിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 1%-ലധികം ഒരു ഇടിവിലേക്കാണ് ഈ ഓഹരി നീങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു മെയ് മാസത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ഡൗൺ ട്രെൻഡും പിന്നീട് ആ ഒരു ലോ ലെവൽസിൽ ഒരു കൺസോൾട്ടേഷനുമാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ചമ്പലിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബെയറിഷുമായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 580 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 535 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, താങ്കൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 50യുടെ മുന്നോട്ടേക്കുള്ളൊരു മൂവ്മെൻറ്റിന് റിലയൻസ് ഓഹരികളുടെ ഒരു മുന്നേറ്റം വളരെ അത്യാവശ്യമാണ്. ഇന്നലെ റിലയൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒരു നെഗറ്റീവ് ടോണിൽ വളരെ ഫ്ലാറ്റ് ടോണിൽ ക്ലോസ് ചെയ്തപ്പോൾ പോലും 1.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന് സാധിച്ചിട്ടുണ്ട്. 1528.2 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, റിലയൻസ് ഇൻഡസ്ട്രി നമ്മൾ നിഫ്റ്റി 50 അപേക്ഷിച്ച് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരുന്നത്.
ബട്ട് എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം നിഫ്റ്റി 50ക്ക് ഏറ്റവും അധികം താങ്ങ് നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഡെഫിനറ്റ്ലി റിലയൻസ് ഇൻഡസ്ട്രി. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1542 ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്കിന് മുന്നിൽ ഒരേ ഒരു മേജർ റെസിസ്റ്റൻസേ ഉള്ളൂ. ഇതിന്റെ ഓൾ ടൈം ഹൈ അറൌണ്ട് 1610 റുപ്പീസ്. പേഴ്സണലി എന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാനും നമുക്ക് ശ്രമിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ICICI ബാങ്ക് ഓഹരികളിലേക്ക് കൂടി കടക്കുകയാണ്. നിഫ്റ്റിയുടെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ് ICICI ബാങ്ക്. ഇന്നലെ ഈ ഓഹരി 0.95% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നേരിയ തോതിലുള്ള ഒരു അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവിൽ തന്നെയായിരുന്നു ഓഹരി നിലനിന്നിരുന്നതെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ICICI ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ICICI ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് റേഞ്ചിലോട്ട് പെട്ടുപോയിട്ടുണ്ട്. 1380, 1480 ഈ ഒരു റേഞ്ചിൽ ആ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. അതിനെ തുടർന്ന് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 1400, അതിനുശേഷം 1380. ഈ രണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിലേക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് അവസരം ലോ റിസ്കിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 1480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്നലെ 20% ഉയർന്ന അപ്പർ സർക്യൂട്ടിലെത്തിയ ഒരു ഓഹരിയായിരുന്നു ഗേബ്രിയൽ ഇന്ത്യ. ഗേബ്രിയൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം കമ്പനി ഒരു റീസ്ട്രക്ചറിംഗ് പ്ലാനിന് അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമോട്ടീവ് ബിസിനസ്, ആനന്ദ് ഗ്രൂപ്പിന്റെ ഓട്ടോമോട്ടീവ് ബിസിനസ് ഗേബ്രിയൽ ഇന്ത്യയിലേക്ക് മാറ്റുന്നു, 3 സ്റ്റെപ്സ് ആയിട്ട് മാറ്റുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഗേബ്രിയൽ ഇന്ത്യ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഗേബ്രിയൽ ഇന്ത്യയുടെ കേസിൽ നമുക്ക് ജനുവരി മാസം മുതൽ തന്നെ തുടർച്ചയായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 360 രൂപയായിരുന്നു ജനുവരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ ബോട്ടം. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് ഇന്നലെ നമുക്ക് ആ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് നൽകിയതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രോ ആക്റ്റീവായിട്ട് ഈ സ്റ്റോക്ക് പൊസിഷൻ മാനേജ് ചെയ്യണം. കാര്യം എന്തെന്നാൽ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് വീണ്ടും നേട്ടം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ DLFുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. DLFിനെ സംബന്ധിച്ചിട്ട് പല ബ്രോക്കറേജുകളും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ 0.5% നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ലാസ്റ്റ് അവർ ഏകദേശം ഒരു 3 മണിയോടുകൂടി വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് ഈ ഓഹരിയിൽ നടന്നതായിട്ടും കാണുന്നുണ്ട്. DLFിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? DLFിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടന്നു വരുന്നു. ആൻഡ് ആ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 865 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 820. സർ, ഒപ്പം തന്നെ മറ്റൊരു PSU ബാങ്ക് ഓഹരിയിലേക്കാണ് താങ്കളുടെ ഒരു ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഇന്ന് നേരത്തെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് മുതലായ മറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ അപേക്ഷിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് അണ്ടർ പെർഫോമൻസ് ഒത്തിരി മാസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് സെറ്റ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബൈ ട്രിഗർ കാണാൻ സാധിക്കാം 122 രൂപ 50 പൈസ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 131 രൂപ. 131ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 110 രൂപ. ഒപ്പം തന്നെ മറ്റൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് എത്തുന്നത്. JP പവർ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരി ഇന്നലെ 4.5% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. JP പവറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? JP Power is a small cap stock and ഈ സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് JP Power ഗ്രൂപ്പ്. സോ ഇതിന്റെ ഫൈനാൻഷ്യൽസ് വളരെ മികച്ചതല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. However, from a pure speculative trading point of view, ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 20 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി ക്യാൻ എക്സ്പെക്ട് കണ്ടിന്യൂഷൻ ഓഫ് ദ ബുൾ റൺ. കറന്റ് ലെവൽസിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ CDSL കൂടി താങ്കളുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തത്, പക്ഷേ ഹൈ വോളിയത്തിലായിരുന്നു ട്രേഡിംഗ് നടന്നതെന്നും കാണുന്നുണ്ട്. CDSL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് വളരെ ഷോർട്ട് ടേം പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നു. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 1840, മേജർ സപ്പോർട്ട് 1590 കാണുന്നത്. 1840 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 1590 രൂപയിൽ. അടുത്തതായി സി എൻ്റർടൈൻമെൻറ്റിലേക്കാണ് എത്തുന്നത്. സി എൻ്റർടൈൻമെൻറ്റ് സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 3% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ജൂൺ 23 വളരെ ശക്തമായിട്ട് ഏകദേശം ഒരു 12% മുകളിലൊരു നേട്ടം നൽകിയതിന് ശേഷം പിന്നീട് ഓഹരികൾ ഒരു നേരിട്ടുള്ളൊരു കൺസോൾട്ടേഷനിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു ഇൻവെസ്റ്റ് പ്രസൻറ്റേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നായിരുന്നു അത്തരത്തിലൊരു മികച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നത്. സി എൻ്റർടൈൻമെൻറ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സിയുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 140 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്നലെ ഏകദേശം 0.25% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഹൗസിംഗിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ബുള്ളിഷ് ട്രേഡ് കാണാൻ സാധിക്കുന്നു 125 രൂപയിൽ. 125 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 119 രൂപയുടെ സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത്. ഏതായാലും നമ്മുടെ മാർക്കറ്റ് പ്ലസിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലൈവ് വളരെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഓപ്പണിംഗ് അവേഴ്സ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ യൂട്യൂബ് ലൈവിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 9:30 മുതൽ 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്പം മാർക്കറ്റ് ബ്രേക്ക്, മാർക്കറ്റ് ഫിനാലെ തുടങ്ങിയ പ്രോഗ്രാംസും നിങ്ങൾക്ക് ലൈവായിട്ട് മൈഫിൻ പോയിന്റിൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.